വീട് വിട്ട് മാറി നിന്നിട്ടുള്ളവർക്ക് ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ചമ്മന്തിപ്പൊടിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ചമ്മന്തിപ്പൊടി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. 2 കപ്പ് തേങ്ങ ചിരകിയത് വേണം നമുക്ക്. വറുത്തെടുക്കുമ്പോഴേ എല്ലാം ഒരുപോലെ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാനിത് മിക്സി ജാറിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുഞ്ഞായിട്ട് ചിരകി എടുത്താലും മതി. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഒരു കൈപ്പിടി അളവിൽ കൊച്ചുള്ളി വേണം, 7-8 വറ്റൽമുളക്, 4-5 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി. എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഇനി പാനിലോട്ട് തേങ്ങ ചെറുകിയത് ചേർത്ത് കഷ്ണങ്ങളാക്കിയിട്ടുള്ള വറ്റൽമുളക്, ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഗോൾഡൻ കളർ ആവുന്നവരെ നല്ലോണം അങ്ങോട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിന്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അപ്പൊ തന്നെ ഈ ചൂടുള്ള പാനിൽ നിന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് ചെറിയ തരി നിൽക്കുന്ന രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡിയാണ്.